വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 41ാമത്തെ ക്ലാസ്സിലേക്ക് 2025 ഡിസംബർ മാസം 2-ാം തീയതി എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിൽ മേലാൽ സംഭവിക്കാനുള്ള വിഷയത്തിൽ ദൈവസഭ എടുക്കപ്പെട്ട ശേഷമായി നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മണവാട്ടി സഭയാകുന്ന ആദിജാതന്മാരുടെ സഭ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ എവിടെയാകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-5 അധ്യായങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പഠനത്തിൽ നിന്ന് വെളിപ്പെടുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ അതിൻ്റെ 4 വരെയുള്ള 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്ത നമ്മൾ കഴിഞ്ഞ് ചിന്തിപ്പാൻ കഴിയാത്തത്. അതിൽ നമ്മൾ ചിന്തിച്ചത് 24 മൂപ്പന്മാരെക്കുറിച്ചുള്ള വിശദമായൊരു പഠനമാണ് നാം നടത്തിയത്. എന്താകുന്നു എന്തല്ല എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിപ്പാൻ ഇടയാത്തതെന്നു. അത് നമ്മൾ പൊതുവായി ചിന്തിച്ചത് 24 മൂപ്പന്മാർ അത് ദൂതന്മാരല്ല, അത് പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാർ അതിൽ ഉൾപ്പെടുന്നില്ല. സൃഷ്ടികളിൽ നിന്ന് മറ്റൊരു ഒരു സൃഷ്ടിക്കും കർത്താവിന് സിംഹാസീരിപ്പാൻ കഴിയത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിപ്പാൻ ഇടയാത്ത വന്നു. എന്നാൽ ആരാകുന്നു നാം ചിന്തിച്ചപ്പോൾ അതിൽ കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ വഴിതെറ്റിപ്പോയ യുവതിക്ക് പകരമായി എടുത്ത മത്യാസും, ജാതികളുടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസും ഉൾപ്പെടുന്ന 13 പേരും, കാലാകാലങ്ങളിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പേര് പറയാതെ എടുത്തിരിക്കുന്ന ജാതികളെ പ്രതികരിക്കുന്ന 11 പേരും ഉൾപ്പെടുന്നതാണ് 24 മൂപ്പന്മാർ എന്നാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചത്. അവർ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് നമുക്കത് കാണാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യമാണ് നാം ചിന്തിക്കേണ്ടത്. 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കും. ഈ വിഷയം, ഈ മിന്നലും നാദവും ഇടിമുഴക്കവും എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നാൽ, എടുക്കപ്പെടുന്ന സഭ 24 മൂപ്പന്മാരോടും 4 ജീവികളോടും 7 ദീപങ്ങളോടുമുള്ള ബന്ധത്തിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 4 ജീവികളെ കുറിച്ചാണ്. കാരണം ഒരു പഠന വിഷയം പഠിച്ചു പോകുമ്പോൾ അതിന് ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ അത് ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അത് പഠിക്കുക, അത് ആ വിഷയം നമ്മൾ അവിടുന്ന് ഒഴിവാക്കി വിടുകയല്ല. എന്നാൽ 4-ാം അധ്യായത്തിന് 5-ാം വാക്യം അതേക്കുറിച്ച് നമ്മൾ ഈ 24 മൂപ്പന്മാരും 4 ജീവികളും 7 ആത്മാക്കൾ 7 ദീപങ്ങളും എന്നുള്ള വിഷയം ദൈവസഭ എടുക്കപ്പെടുമ്പോൾ അവിടെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയതിന് ശേഷം നമ്മൾ ആ വചനം നമ്മളതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് 4-ാം അധ്യായം 5-ാം വാക്യം എടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കരുത്, നമ്മളതിലേക്ക് വരുന്നതായിരിക്കും. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റിലും ഉള്ള നിന്ന് പുറപ്പെടുന്ന 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്ക് കണ്ണാടിക്കടൽ, സിംഹാസന നടുവിലും സിംഹാസന ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ് അവിടെ രേഖപ്പെടുത്തിക്കുന്നത്. അപ്പോൾ 7 ദീപങ്ങൾ, അതോടൊപ്പം തന്നെ 4 ജീവികൾ എന്നുള്ളത്, ഈ 7 ദീപങ്ങൾക്ക് മുമ്പായിട്ട് 4 ജീവികളെ വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ സ്വർഗീയ സിംഹാസനത്തോടുള്ള അടുത്ത് നിൽക്കുന്ന ഈ 4 ജീവികൾ എന്നുള്ളത് ആരെ കുറിക്കുന്നു, അല്ലെങ്കിൽ അത് ആരാകുന്നു, എന്തിനെ കുറിക്കുന്നു വെളിപ്പെടുത്താൻ വേണ്ടി അതിനുശേഷമായ 7 ദൈവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരല്പം 5-ാമത്തെ വാക്യം നമ്മൾ ഇവിടുന്ന് ഇപ്പോഴെടുക്കാതെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നപ്പോൾ 5-ാം വാക്യത്തിൻ്റെ സിംഹാസന മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു, ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദൈവങ്ങൾ സിംഹാസന മുമ്പിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പം അത് നമുക്ക് എളുപ്പത്തിൽ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ 24 മൂപ്പന്മാർ എന്നുള്ള വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ അത്
വ്യാഖ്യാനിച്ച് അതിൻ്റെ വ്യക്തത മനസ്സിലാക്കിയതുപോലെ ഈ ഈ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 ജീവികൾ എന്നുള്ളത് ഒരു സങ്കീർണമായ വിഷയമായതുകൊണ്ട് അത് ചിന്തിച്ചതിന് ശേഷമായിട്ട് നമ്മൾ 7 ദീപങ്ങളുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇത് ആരെക്കുറിച്ചാണ് ഈ 4 ജീവികൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ എന്തിനു വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4-ാം അധ്യായം വായിക്കുമ്പോൾ ഇവിടെ പിതാവാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 24 മൂപ്പന്മാരെക്കുറിച്ച്, 4 ജീവികളെക്കുറിച്ച്, 7 ദീപങ്ങളെക്കുറിച്ച്, പളുങ്ക് കടലിനൊത്ത കണ്ണാടി കടലിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന നെക്കുറിച്ചും പിതാവാം ദൈവത്തിന് മഹത്വം കരയറ്റതിനെ കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇല്ലാതിരിക്കുന്ന, മറഞ്ഞിരിക്കുന്നത്, വെളിപ്പെടുത്താതിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്, കുഞ്ഞാടിനെയാണ്. അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 4-ാം അധ്യായത്തിൽ പിതാവാം ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് വെളിപ്പെടുത്തി 24 മൂപ്പന്മാരെയും 4 ജീവികളും 7 ദൈവങ്ങളോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ പിതാവാം ദൈവത്തിന് സ്തോത്രവും പുകഴ്ചയും ബഹുമാനവും എല്ലാം കൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം വെളിപ്പെടുത്തുന്നതാണ് 5-ാമത്തെ അധ്യായം. അവന് ആരാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതാണ് 5-ാം അധ്യായം. 5-ാം വാക്യം, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 6-ാമത്തെ വാക്യം, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവിയുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ കുഞ്ഞാടാം ദൈവത്തെ വെളിപ്പെടുത്തുന്നത് 5-ാം അധ്യായത്തിലാണ്. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നിൽക്കുന്നത്, കുഞ്ഞാടാം ദൈവം നിൽക്കുന്നത് ആരോടുകൂടിയാണ്? 24 മൂപ്പന്മാരോടും 4 ജീവികളോടുമുള്ള ബന്ധത്തിലാണ് കുഞ്ഞാടാം ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവിയുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് പിന്നെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ പുത്രനാം ദൈവത്തെ മഹത്വവും കൊടുപ്പീനെന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്കിവിടെ കാണാം. ഇപ്പോൾ യേശുക്രിസ്തു ആരാധന യോഗ്യനാണെന്നുള്ളത് വെളിപ്പെടുത്തിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ 4 ജീവികൾ, 24 മൂപ്പന്മാരും 4 ജീവികളോടും അതുപോലെ 7 ദൈവങ്ങളോട് ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് 4 ജീവികളോടുള്ള ബന്ധത്തിലാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സിംഹാസന നടുവിലെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആണ് ഈ 4 ജീവികളായിട്ട് എടുക്കപ്പെടുന്ന സഭയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തിൽ, അധികാരത്തോടുള്ള ബന്ധത്തിലും അതുകൊണ്ടാണ് സിംഹാസനത്തിലെത്തുന്നത്. എന്നാൽ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സ്വർഗാസ്വർഗത്തിൽ ചെല്ലുന്ന ദൈവസഭയ്ക്കുള്ള ശുശ്രൂഷ അവനോട് കൂടിയാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 4 ജീവികളോടുള്ള ബന്ധത്തിൽ അവിടെ അപ്പം 4 ജീവികൾ എന്നുള്ളത് എടുക്കപ്പെടുന്ന സഭയുടെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അത് അങ്ങനെയാകുന്നു എന്നുള്ളത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ എഗസ്കേൽ പ്രവചനമായിട്ടുള്ള പഠനത്തിലാണ് നമുക്കതിൻ്റെ യഥാർത്ഥമായ വ്യക്തത ലഭിക്കുന്നത്. അപ്പോൾ സ്വർഗാസ്വർഗത്തിലേക്ക് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എന്നേക്കും ഇരിക്കുകയല്ല സഭ ഇരിക്കുന്നത്. അവിടുന്ന് ദൈവസഭ അധികാരമുള്ളവരായി, അവകാശമുള്ളവരായി യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരണം. അതിനു വേണ്ടിയുള്ള വാഹന മൃഗമാണ് ഇവിടെ 4 ജീവികളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടിനോടുള്ള ബന്ധത്തിൽ 4 ജീവികളെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോഴും അവനും ഈ 4 ജീവികളോടുള്ള ബന്ധത്തിലാണ് അവനെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ക്രിസ്തു യേശു ലോകത്തിൽ വന്നപ്പോൾ അവനെ 4 ജീവികളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ഈ ക്രിസ്തു യേശുവിനോട് ചേരുവാനുള്ള ആദ്യജാതന്മാരുടെ സഭ സ്വർഗാസ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരെയും 4 ജീവികളോടുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പിതാവാന്തയും അയച്ച ദൈവപുത്രൻ ഇവിടുത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ 4 ജീവികളോടും സദൃശനായിരുന്നു. അവന് സിംഹമുഖമുണ്ടായിരുന്നു, കാളമുഖമുണ്ടായിരുന്നു, മനുഷ്യമുഖമുണ്ടായിരുന്നു, കഴുകമുഖമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 4 സുവിശേഷങ്ങൾ മാത്രം എഴുതുവാൻ അനുവാദം കൊടുത്തത്. 5-മതൊരു സുവിശേഷം എഴുതാൻ അനുവദിക്കാത്തതിൻ്റെ കാരണം അതാണ്. 4 സുവിശേഷങ്ങൾ മാത്രം രേഖപ്പെടുത്തുവാൻ കാരണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവർ 4 പേരും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 4 ജീവികളോടുള്ള ബന്ധത്തിലാണ് യേശുവിനെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, സിംഹമുഖം എന്നുള്ളത് യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിലെ സിംഹവും ആകുന്നു. യഹൂദന്മാരുടെ രാജാവായ സാക്ഷാൽ സിംഹമായവനെയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് അതിൻ്റെ ഓർഡറിൽ തന്നെ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം കർത്താവിൻ്റെ ശിഷ്യന്മാർ പലരും ഉണ്ടായിരുന്നു, പോയ പലരും. പക്ഷേ സുവിശേഷങ്ങൾ 4ആയി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പിതാവാം ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തെ വന്നപ്പോൾ അവന് ദൈവം നിയോഗിച്ചു കൊടുത്ത ശുശ്രൂഷകളുടെ ബന്ധത്തിൽ അവൻ രാജാവായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് സിംഹമുഖം. അത് മത്തായി സുവിശേഷത്തിൻ്റെ നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. 2, അവന് കാളമുഖം. മർക്കോസ് എഴുതിയ സുവിശേഷം ദൈവരൂപത്തിലിരുന്നത്, ദൈവം ദാസരൂപം എടുത്തത് കാണിച്ചുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം രചിച്ചിരിക്കുന്നത്. അപ്പോൾ മത്തായി യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ അവൻ രാജാവായിട്ട് യഹൂദരുടെ സിംഹമായിട്ട് അവനെ വെളിപ്പെടുത്തുമ്പോൾ മർക്കോസ് ദൈവം കൊടുത്ത അല്ലെങ്കിൽ അവൻ രചിച്ച സുവിശേഷത്തിൽ യേശുവിനെ ഒരു ദാസനോടുള്ള ബന്ധത്തെ. അതുകൊണ്ടാണ് വംശാവലി ഒന്നും എഴുതാതെ നേരിട്ട് അവൻ്റെ പ്രവൃത്തിയിലേക്ക് വന്നത്. കാളമുഖമാണ് കൊടുത്തിരിക്കുന്നത്. 4 മുഖങ്ങളിൽ യേശു അവൻ രാജാവായിരുന്നു. 2, പിതാവാം ദൈവത്തിൻ്റെ ദാസനായിരുന്നു. 3, ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അവൻ്റെ മനുഷ്യമുഖത്തെ വെളിപ്പെടുത്തുന്നു. സമ്പൂർണ്ണമായിരിക്കുന്ന ദൈവം പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ പറന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം രചിച്ചിരിക്കുന്നത്. ഞാൻ ഈ വെളിപ്പാട് വ്യാഖ്യാന പുസ്തകമെല്ലാം രേഖപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. ഈ ക്ലാസ് കേട്ട ശേഷമായി നിങ്ങൾക്കത് വായിച്ചാൽ മതി. അത് വായിക്കുമ്പോൾ അത് കുറച്ചും കൂടെ അതിൻ്റെ ആധികാരികത മനസ്സിലാകും. അപ്പോൾ ഒന്ന് ക്ലാസ് എടുത്തിട്ട് വായിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാക്കി കിട്ടുന്നത്. അപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവരെക്കുറിച്ച് 3 സുവിശേഷം മനസ്സിലായെങ്കിൽ 4-മത്തെ മുഖമായി ക്രിസ്തുവിൽ കാണുന്നത് കഴുകുമുഖമാണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നു തീർത്ത ദൈവകുഞ്ഞാട് സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്നുള്ള ഉയരത്തിൽ പറക്കുന്ന കഴുകനെ കാണിക്കുന്നു. അതിനെ വളരെ വ്യക്തമാക്കുന്നതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പോൾ 4 സുവിശേഷം. അതുകൊണ്ട് 5-മത്തെ ഒരു സുവിശേഷം ആരും രചിക്കേണ്ട. വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷം അത് കൃത്യമായിട്ടുള്ള സുവിശേഷമാണ്, വളരെ വ്യക്തതയുള്ള സുവിശേഷമാണ്. അതുകൊണ്ടാണ് 4 സുവിശേഷങ്ങളിൽ മാത്രം സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റേ ആർക്ക് വേണമെങ്കിലും എഴുതാമായിരുന്നല്ലോ. പക്ഷെ അവരാരെ കൊണ്ട് എഴുതിക്കാതെ പരിശുദ്ധാത്മാവ് 4 പേരെ കൊണ്ട് മാത്രം എഴുതിച്ചത് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയും അവൻ രാജാവാകുന്നുള്ളതും അവൻ സാക്ഷാൽ മനുഷ്യനായി വന്നെന്നുള്ളതും അവൻ ദാസനായി വന്നെന്നുള്ളതും സാക്ഷാൽ മനുഷ്യനായിരുന്നുള്ളതും അവൻ സാക്ഷാൽ ദൈവത്തിനാണെന്നും വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ യേശു ക്രിസ്തു രാജാവാണ്. അവൻ പിതാവാൻ ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് ലോകത്തിൽ വന്ന് പാപത്തെ ചുമന്നത്. അവൻ മനുഷ്യനായിരുന്നു. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് പാപത്തെ വഹിച്ച് മനുഷ്യത്വത്തെ വെളിപ്പെടുത്തി യഥാർത്ഥമായൊരു മനുഷ്യനെ ഭൂമി വെളിപ്പെടുത്തിയത് ക്രിസ്തുവാണ്. എന്നാൽ അവൻ സാക്ഷാൽ ദൈവപുത്രനാകുന്നു. മരണത്തിന് വിശുദ്ധിയുടെ വചനമനുസരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ദൈവപുത്രനെന്ന് അവൻ്റെ പുനരുത്ഥാനത്താൽ വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തു യേശുവിനെ ഭൂമിയിൽ വന്നപ്പോൾ 4 ജീവികളുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയതെങ്കിൽ സ്വർഗാസ്വർഗത്തിൽ അവനോട് ചേരാനുള്ള ആദിജാതന്മാരുടെ സഭ എത്തിക്കഴിയുമ്പോൾ അവരെ 4 ജീവികളോടുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എടുക്കപ്പെടുന്ന സഭയെയാണ് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ 4 ജീവികൾ എന്നുള്ളത്. ക്രിസ്തു യേശു ലോകത്ത് വന്നപ്പോൾ അവന് സിംഹമുഖമുണ്ടായിരുന്നു, കാളമുഖമുണ്ടായിരുന്നു, മനുഷ്യമുഖമുണ്ടായിരുന്നു,
കഴുകമുഖം കൊണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവനിൽ സംക്ഷിപ്തമായിരുന്ന ശുശ്രൂഷയോടെ വെളിപ്പെടുത്തലാണ് ഉണ്ടായെങ്കിൽ ഇവിടുന്ന് നാം ഇവിടുത്തെ ശുശ്രൂഷ തികച്ച് സ്വർഗാസുഖത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ നിത്യമായിട്ടുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കുഞ്ഞാടിനോട് കൂടെ നാം ശുശ്രൂഷയിൽ ഒരുമിച്ചാകുകയാണ്. അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 4 ജീവികൾ. ഇനി യെഹെസ്കേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ ഈ 4 ജീവികളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മഹത്വ പ്രത്യക്ഷതയുടെ ബന്ധത്തിൽ 1-28 വാക്യത്തിൽ പറയുന്നത് അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണുകൂടെ സംസാരിക്കുന്ന ഒരു ശബ്ദവും ഞാൻ കേട്ടു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കാണുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കീഴിൽ കാണുന്ന ജീവികളെക്കുറിച്ച് അതിൻ്റെ 1 മുതൽ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 ജീവികളെ സ്വർഗത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം യെഹെസ്കേൽ പ്രവചനത്തിൽ അതിൻ്റെ മഹത്വ പ്രത്യക്ഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ ഈ 4 ജീവികളോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന 10-ാം അധ്യായത്തിലാണ് വെളിപ്പെടുത്തുന്നത്. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായം ആണത് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന 4 ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിലെ വെളിപ്പാട് ഈ ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ എടുത്ത് നാം ചിന്തിക്കുമ്പോൾ ഈ 4 ജീവികൾ എന്നുള്ളത് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിലും നമുക്ക് ഈ 4 ജീവികളെ കാണുവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഇതിന് ഈ 4 ജീവികളുടെ ബന്ധത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് യേശുക്രിസ്തുവിനെ വഹിപ്പാനുള്ള അല്ലെങ്കിൽ അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം വരാനുള്ളവരെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മുഴുവൻ ഭാഗവും എടുത്ത് വായിക്കുന്നില്ല. ഞാൻ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള ഭാഗം വായിക്കാം. ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ 4 ജീവികളുടെ സദൃശ്യങ്ങൾ 5 മുതലുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സദൃശ്യമുണ്ടായിരുന്നു. ഓരോന്നിന് 4 മുഖവും 4 ചിറകുമുണ്ടായിരുന്നു. അവിടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിൻ്റെ കുളമ്പ് പോലെയുമായിരുന്നു. മിനുക്കിയ താമരം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിൻ്റെ കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുൻപോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും 4 ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകമുഖവും ഉണ്ടായിരുന്നു. അപ്പോൾ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 4 ജീവികളോടുള്ള ബന്ധത്തിൽ നമ്മളിപ്പോൾ കാണുന്ന 4 ജീവികളോടുള്ള ബന്ധത്തിലുള്ള 4 ജീവികളെയാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് നമുക്കിതിൻ്റെ യഥാർത്ഥമായ 4 മുഖങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ 4 മുഖങ്ങളുടെ ബന്ധത്തിൽ നമ്മത് മനസ്സിലാക്കിയെടുത്തു. യഹൂദയുടെ സിംഹമായിരിക്കുന്ന അവന് സിംഹമുഖമുണ്ടായിരുന്നു. അവന് കാളമുഖമുണ്ടായിരുന്നു. ദാസനായിരുന്നു, മനുഷ്യനായിരുന്നു, മനുഷ്യമുഖമുണ്ടായിരുന്നു. 4 അവൻ ദൈവപുത്രനായിരുന്നു, കഴുകമുഖമുണ്ടായിരുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷയോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണ് യെഹെസ്കേൽ പ്രവചനം. അതിനുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അത് 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അത് മഹത്വ പ്രത്യക്ഷയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു.
യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. ഞാൻ കണ്ടിട്ട് ഞാൻ കവിണ് വീണു. സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. അപ്പോൾ യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത. ഇപ്പോൾ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ ഇവിടെ അവനെ വഹിച്ചത് ഒരു കന്യകയുടെ ഉദരത്തിലാണ് അവൻ 9 മാസം വഹിക്കപ്പെടേണ്ടത്. എന്നാൽ ഇനി കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവനെ വഹിക്കാനുള്ള ആ വലിയ മഹാഭാഗ്യം ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പെട്ടകം ചുമക്കുന്നത് 4 ലേവ്യ പുരോഹിതന്മാരായിരുന്നു പെട്ടകം ചുമക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നാം പഠിക്കുമ്പോൾ ഇപ്പോൾ അത് നിഴലായിരുന്നെങ്കിൽ 4 ജീവികളുടെ ബന്ധത്തിൽ ദൈവസഭയുടെ ആദ്യജാതന്മാരാണ് കർത്താവിനെ വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഒന്നാമത് ലോകത്തിൽ വന്നപ്പോൾ, ഒന്നാമത്തെ വരവെങ്കിൽ അവൻ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ, കന്യകയുടെ ഉദരത്തിലാണ് അവൻ ജന്മമെടുത്ത് ലോകത്തിൽ വന്നത്. എന്നാൽ ഇനി യേശു രണ്ടാമതായിട്ട് വരുമ്പോൾ അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനെ ചുമക്കുവാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള പദവി ലഭിക്കുന്നത് ആദിജാതന്മാരുടെ സംഘത്തിനാണ്. അപ്പോൾ 24 മൂപ്പന്മാരുടെ ബന്ധത്തിലുള്ള വിഷയം മനസ്സിലായവർക്ക് ഈ വിഷയം പറയുമ്പോഴും അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. 4 ജീവികൾ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ജീവിയുടെ ഫോട്ടോ വരച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത്. സിംഹമുഖവും കാളമുഖവും കഴുകുമുഖവും മനുഷ്യമുഖമൊക്കെ ഒരു ചിത്രം വരച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ സാക്ഷാൽ നിയമപ്പെട്ടകമായിരിക്കുന്ന ദൈവത്തിനെ ചുമക്കുന്ന ജീവനുള്ള കെരൂബുകളാണ് 4 ജീവികൾ. അപ്പോൾ നമ്മെ ദൈവത്തിൻ്റെ വാഹനമൃഗമാക്കി മാറ്റുകയാണ്. 2 ശമൂവേൽ 6-ാം വാക്യത്തിൽ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം എന്ന് പറയുന്നു. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ വഹിപ്പാനായി കെരൂബുകളായി തീരുവാനുള്ള ഭാഗ്യം, അന്ന് നമ്മൾ കെരൂബുകളും സാറാഫുകളും അവിടെ ആരാധിക്കുന്നുണ്ടെന്നാൽ യേശുവിനെ രണ്ടാമത്തെ വരവിന് വേണ്ടി അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അവന് വാഹനമായി തീരുവാൻ, അവനെ വഹിക്കുവാനുള്ള ഭാഗ്യമാണ് ആദിജാതന്മാരുടെ സഭയ്ക്കുണ്ടാകുന്നത്. അതിൻ്റെ കുറിച്ചാണ് മഹത്വത്തിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ കന്യകയുടെ ഉദരത്തിലാണ് അവൻ 9 മാസം വഹിക്കപ്പെട്ടതെങ്കിൽ കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ വരവാകുന്ന മഹത്വ പ്രത്യക്ഷയിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തികവ് പ്രാപിക്കുന്ന നിർമ്മല കന്യകയായിരിക്കും കെരൂബായി അവനെ വഹിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് നമുക്കറിയാം, കെരൂബിനെ വാഹനമാക്കി പറന്നു കാറ്റും ചിറകുമ്പോൾ പ്രത്യക്ഷനായെന്നൊക്കെ വേദപുസ്തകം പറഞ്ഞത്. അപ്പോൾ ഈ എഗസ്കേൽ പ്രവചനം വായിക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും അത് മനസ്സിലാകത്തില്ല. ഇതിൻ്റെ സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ ഇതേക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഓരോ പ്രവചനത്തിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥവ്യാപ്തിയുണ്ട്. ഇപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനാണ് അവിടെ കൂടുതലായി പ്രാധാന്യത്തെ കൊടുക്കുന്നത്. പാപത്തിന് മോചനം നൽകുന്ന ക്രിസ്തുയേശു രക്ഷകനെ വെളിപ്പെടുത്തുകയാണെങ്കിൽ, യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ അത് ഉയർപ്പിക്കുന്ന പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ താണുപോകുന്നവരെ ഉയർപ്പിക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യിരെമ്യാവിൻ്റെ പ്രവചനം അത് ഒരു താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന ഒരു അനുഭവത്തിലേക്കാണ് യിരെമ്യാ പ്രവചനം കൊടുക്കുന്നത്. കരച്ചിലിൻ്റെയും അനുതാപത്തിൻ്റെയും ഉയർച്ചയുടെയൊക്കെ കാണിക്കുന്നത്. എഗസ്കേൽ പ്രവചനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. അതേക്കുറിച്ചാണ് ആലയം പണിതിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ പ്രവചനങ്ങൾ വെളിപ്പാട് ദിവസം പഠിക്കുന്നവർക്ക് അതിൻ്റെ മുഴുവൻ എല്ലാ വേദവസ്തുവിൻ്റെ ഭാഗങ്ങളിലെ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ വരവിനെക്കുറിച്ചും വിശുദ്ധമായി എടുക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള കാര്യം നമ്മൾ 66-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ എന്നൊക്കെ പറഞ്ഞുള്ള സിയോനോ നോവ് കിട്ടിയ ഉടനെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു, അതിന് മുകളിൽ പറയുന്ന നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നൊക്കെ നമ്മൾ അത് ചിന്തിപ്പാൻ റെഡിയായിട്ടാണ്. ഇപ്പോൾ എഗസ്കേൽ പ്രവചനത്തെ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് രണ്ടാമത്തെ വരവാകുന്ന മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ ക്രിസ്തു യേശു ഭൂമിയിലേക്ക് വരുവാൻ വേണ്ടി അവനെ ചുമന്നുകൊണ്ടിരുന്ന അവൻ്റെ വാഹനമായി തീരാനുള്ള ദൈവസഭയാണ് സ്വർഗാസ്വർഗത്തിൽ 4 ജീവികളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 4 ജീവികൾ ആരാകുന്നു എന്നുള്ളത് എഗസ്കേൽ പ്രവചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന്, അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം സംഭവിക്കാനുള്ള കാര്യമായതുകൊണ്ടാണ്
ഈ പ്രവചനം ഇനി നിവൃത്തിയിരിക്കപ്പെടാനുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു വന്ന് അവനവൻ്റെ പ്രവൃത്തിയെ തികച്ചവൻ അവൻ മടങ്ങിപ്പോയി. അവൻ ദൈവത്തിനായി രാജാവായിട്ട് വന്നു. കഥാ പറഞ്ഞു, ഞാൻ രാജാവാണെന്ന് പറഞ്ഞു. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ രാജാവ് തന്നെ എന്ന് പറഞ്ഞു. അവൻ മനുഷ്യനാണെന്ന് പറഞ്ഞു. അവൻ ദാസനാണെന്ന് പറഞ്ഞു. അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനവൻ്റെ പ്രവൃത്തിയെ തികച്ച് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ ഒരിക്കലും തികയ്ക്കാത്ത, തീരാത്ത പ്രവൃത്തിയാണ് സ്വർഗാസ്വർഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും പ്രവർത്തനനിരതമാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നാം കുഞ്ഞാടിനോട് കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 4 ജീവികളോടുള്ള ബന്ധത്തിലൂടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് 4 ജീവികളെ അതിൽ നിന്ന് ദർശിക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് ദൈവപുത്രത്തിലെ പുത്രനാം ദൈവത്തിൻ്റെ സ്വർഗീയ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് അവിടെ എത്തിച്ചേരുന്ന ആദിജാതന്മാരുടെ സഭയെ 4 ജീവികൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നതായി വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഈ 4 ജീവികൾ എന്ന് പറയുമ്പോൾ 24 മൂപ്പന്മാർ അധികാരത്തോടുള്ള ബന്ധത്തിൽ സ്വർഗീയ സിംഹാസനത്തിലിരിക്കുമ്പോൾ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന 4 ജീവികൾ, അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന 4 ജീവികൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആരായിരിക്കും എന്നുള്ളതാണ് അവിടെ രേഖ. അതിൻ്റെ പ്രധാന ദൗത്യം നാം മനസ്സിലാക്കി കർത്താവിനെ മഹത്വ പ്രത്യക്ഷതയിലേക്ക് രണ്ടാമത് വരുമ്പോൾ എഗസ്കേൽ ദർശിച്ചിരിക്കുന്ന ഭാവികാല പ്രവചനം നിവൃത്തിയിരിക്കപ്പെടുന്നത് അവനെയും വഹിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോഴാണത് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നമ്മൾ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നും സ്വർഗാസ്വർഗത്തിൽ ഇരിക്കുകയല്ല. എന്നാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷം നമ്മൾ അവനോട് കൂടെ ഇവിടെ പ്രത്യക്ഷപ്പെടും. അതെങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, അവനിവിടെ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഏകസ്കൃപത്തിൻ്റെ പ്രവചനം പിന്നീട് നമ്മൾ പഠിക്കും. ഞാനിവിടെ 4 ജീവികൾ ഞാൻ പഠിക്കുന്നു പറഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ ദൈവം എന്ന് വെച്ചാൽ പഠിക്കാം. അത് പഠിക്കേണ്ട സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തരട്ടെ, ആ പുസ്തകവും പഠിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ 4 ജീവികൾ ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ഈ അധ്യായത്തിൽ അത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ, ഇതിനോടുള്ള ബന്ധത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ദൈവം വെച്ചാൽ കർത്താവിൻ്റെ സമയമാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് ദൈവം നൽകും എന്നുള്ളതും ഞാൻ ഈ തണ്ണത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയോട് അനുബന്ധമായി ഭൂമി നിറവേറാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനമാണ് എഹെസ്കേൽ പ്രവചനം. സ്വർഗാസ്വർഗത്തിൽ നിന്ന് സകല വിശുദ്ധന്മാരായ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് കർത്താവായ യേശു പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഈ പ്രവചനത്തിന് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം വായിച്ച് കേൾപ്പിച്ചത്. 1-ാമത് 28-ാം വാക്യം വായിച്ചത് ഇങ്ങനെയായിരുന്നു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്നുള്ളത്. ഇതുവരെയും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വന്നിട്ടില്ല, വരാനുള്ളതാണ്. അതിനു മുമ്പ് എന്തെല്ലാം സംഭവങ്ങൾ സ്വർഗാസ്വർഗത്തിൽ നടക്കണം, അതിൻ്റെ പ്രാരംഭ ഘട്ടമാണ് നടക്കുന്നത്. അവനെ വഹിച്ചുകൊണ്ട് വരാനുള്ള വാഹനത്തെ വെളിപ്പെടുത്തുന്നു. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ യേശുവോട് കൂടെ നിൽക്കുന്ന 4 ജീവികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവയ്ക്കുണ്ടായിരിക്കുന്ന മുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന സിംഹമുഖവും കാളമുഖവും മനുഷ്യമുഖവും അതുപോലെ കഴുകുമുഖവും ഉണ്ട് എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് 4 ജീവികൾ എന്നുള്ളത് മറ്റെന്തെങ്കിലും പ്രത്യേക ജീവികളല്ലെന്നുള്ളതും അത് ദൈവസഭയുടെ ആദിജാതന്മാർ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ സ്വർഗാസ്വർഗത്തിൽ എത്തുമ്പോൾ കുഞ്ഞാടാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവരെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ 4 ജീവികൾ എന്നുള്ളതും വ്യാഖ്യാനിച്ചാൽ അതിന് പിന്നീട് അത് അങ്ങനെയല്ല എന്നുള്ളൊരു ചിന്ത വരത്തില്ല. കാരണം അത് പലതരമായിട്ടത് തെളിവായി നിൽക്കുന്ന കാരണം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ ഈ 4 മുഖങ്ങളോട് കൂടിയ ഉള്ളവനായി, എന്ന് പറഞ്ഞാൽ അവൻ പിതാവാൻ ദൈവം തന്നെ അയച്ച ശുശ്രൂഷയിൽ അവൻ രാജാവായിരുന്നു, അവൻ ദാസനായിരുന്നു, അവൻ മനുഷ്യനായിരുന്നു, അവൻ ദൈവപുത്രനായിരുന്നു എന്നുള്ളതുപോലെ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സഭയും ഇതിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അപ്പോൾ അതിന് 4 മുഖങ്ങളുണ്ടെന്നുള്ളത് അതിൻ്റെ 7-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിംഹാസന മുമ്പിൽ പളിങ്ങിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസന നടുവിലും സിംഹാസന ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യരെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. ഈ 4 ജീവികളോടുള്ള ബന്ധത്തിലാണ് ക്രിസ്തുയേശുവിനെ 4 സുവിശേഷങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആ ഓർഡറിലാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ആദ്യം എഴുതാതിരുന്നത്.
അപ്പോൾ അത് രാജാവായിട്ട് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവനെ മത്തായി സുവിശേഷം എഴുതുക. കാരണം സുവിശേഷം ആരംഭിക്കുന്ന അബ്രഹാമിലാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ട് അബ്രഹാമിൽ തുടങ്ങിയത്? ആദ്യമായി സുവിശേഷം അറിയിച്ചത് അബ്രഹാമിനോടാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ വംശാവലി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മത്തായി സുവിശേഷം ആദ്യം എഴുതാൻ കാരണം? എന്തുകൊണ്ടത് മർക്കോസിന്റെ എഴുതിയില്ല, അല്ലെങ്കിൽ ലൂക്കോസിന്റെ യോഹന്നാന്റെയും എഴുതിയില്ല? എന്തുകൊണ്ടാണ് 4ലധികം പേര് സുവിശേഷം എഴുതാതിരുന്നത്? ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളും അവരുടെ കാരണങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, തികവുള്ളതാണ് ദൈവവചനം, അഴിക്കാനൊന്നുമില്ല, കൂട്ടാനൊന്നുമില്ല, കുറയ്ക്കാൻ. അപ്പം അതിൻ്റെ ഓർഡറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 4 ജീവികളുള്ള ബന്ധത്തിൽ പറയുന്നതിന് സിംഹത്തിൻ്റെ സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യരെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായും ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും ഇതുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കെരൂബുകളോടുള്ള ബന്ധത്തിൽ ഇതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പ്രത്യേകമായി നാം ചിന്തിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വർഗീയ സന്നിധിയിലേക്ക് ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ആയിരിക്കുന്ന യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ പ്രവചനപ്രകാരമുള്ള സ്വർഗീയ സിംഹാസനത്തിൻ്റെ സ്ഥിതിയിൽ നിന്ന് മാറ്റം വരികയാണ്. അവിടെ നമ്മൾ കാണുന്നത്, യെശയ്യാവ് കാണുന്നത്, അവിടുത്തെ കുറിച്ച് പറയുമ്പോൾ അത് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കെരൂബുകളാകുന്നു. അവർ 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് കാല് മറച്ച്, 2 കൊണ്ട് പറന്നുകൊണ്ടാണ് യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുന്നത്. 6-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അതിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്ത് പറയും. അപ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിൽ എടുക്കപ്പെടുന്ന സഭ സാറാബുകളെ പുറകോട്ട് മാറ്റിയിട്ട് അവർ സ്വർഗീയ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിന് ചുറ്റുമായി ഇവർ ഈ നിൽക്കുന്ന സാറാബ് ഒരുത്തൻ പരിശോധന എന്ന് പറയുമ്പോൾ അവർ അതേക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇത് ഇവിടെ വളരെ വ്യക്തമാണ്. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയ സൃഷ്ടികളായിരിക്കുന്ന സാറാഫുകൾക്ക് സർവശക്തനായിരിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇന്നുവരെയും ഒരു സൃഷ്ടിയും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സൃഷ്ടിയും ഇന്നുവരെയും യഥാർത്ഥമായിട്ടുള്ള സർവശക്തനായ ദൈവത്തെ പൂർണ്ണതയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ അടുത്ത് നിൽക്കുന്ന സാറാഫുകൾ പോലും അവർക്ക് 2 കൈ കൊണ്ട് മുഖം മൂടി, 2 കൈ കൊണ്ട് പാദം മൂടി, 2 കൈ കൊണ്ട് പറന്നാണ് അവർ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ ദൈവസഭയുടെ തികവ് പ്രാപിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘം അവിടെ എത്തിക്കഴിയുമ്പോൾ, അധികാരത്തോടുള്ള ബന്ധത്തിൽ അവർ സിംഹാസനത്തിലിരിക്കുമ്പോൾ, ശുശ്രൂഷയോടും ആരാധനയോടുമുള്ള ബന്ധത്തിൽ അവിടെ സാറാഫുകൾക്ക് പകരമായി അവരെ പുറകോട്ട് മാറ്റിയിട്ട് ഈ മുൻസ്ഥാനത്തേക്ക് വരുന്നത് ദൈവത്തിൻ്റെ സഭയുടെ തികവ് പ്രാപിക്കുന്ന നമ്മളാകുന്നു. അപ്പോൾ നമ്മളവിടെ മുഖം മൂടിയല്ല, നമ്മുടെ 2 കൊണ്ട് കൈ മൂടിയോ 2 കൊണ്ട് പാദം മൂടിയോ അല്ല അവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. അവർ അവിടെ കാണുന്നത് ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കാണത്തക്കവണ്ണം. അവിടെ മറ്റ് യെശയ്യാവിന്റെ ഭവനത്തിൽ കാണുന്നത് കാണാൻ കഴിയാത്ത വിധത്തിൽ സാറാഫുകൾ കണ്ണുകൾ മറയപ്പെടണമായിരുന്നു. എന്നാൽ ഇവിടെ സൃഷ്ടിയുടെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ആദിഫലമായിരിക്കുന്ന ദൈവസഭ
അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് മുഖം മൂടി കാലുമൂടി അല്ല അവിടെ ആരാധിക്കുന്നത്, ചുറ്റും കണ്ണ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ സമ്പൂർണനായിരിക്കുന്ന ദൈവത്തെ സമ്പൂർണതയിൽ ദർശിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാണ് ദൈവമക്കൾ. ഒരാൾ മനസ്സിലായോ? ഇവിടെ നമുക്കിപ്പോൾ രണ്ട് കണ്ണേ ഉള്ളൂ. നമ്മൾ വായിക്കുന്ന ദൈവം വായിക്കുന്നു, നമ്മൾ കാണുന്നു, നമുക്ക് കാണാൻ പോകുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവത്തെ, ആ അതിമഹത്തായിരിക്കുന്ന ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ കാണണമെങ്കിൽ സൃഷ്ടികളായിരിക്കുന്ന സാറാഹുകൾ കഴിയത്തില്ല. അവരെല്ലാം മുഖംമൂടിയും പാദം മൂടിയും ഒക്കെയാണെന്ന് പറഞ്ഞാൽ അവര് തികവുള്ളവരല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പാദത്തെ മൂടി അവരുടെ ജീവിതത്തെ മൂടിയിരിക്കുന്നു. കണ്ണുകൾ കാണാൻ കഴിയത്തില്ല, തേജമാനിക്ക് ദൈവത്തെ കാണാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ രാത്രിയിൽ നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ അവനെ എല്ലാവരും തൊട്ടു നോക്കി കണ്ടു. പക്ഷെ അവൻ ആരായിരുന്നു? അടുത്തുകൂടാത്തവർ വെളിച്ചത്തിൽ വസിക്കുന്നവന്. അവനോടാണ് നമ്മളെ ചേർക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ സാറാഹുകൾക്ക് പകരമായിട്ട് ഈ സിംഹാസനത്തിന് ചുറ്റിലുമായി അതിനുശേഷം ഇപ്പോൾ അങ്ങനെയുള്ള അതല്ല, ഇപ്പോൾ സാറാഹുകളാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ അധികം താമസിയാതെ കാഹളം ഇന്ന് ധ്വനിച്ചാൽ, ദൈവസഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം അവിടെ സംഭവിക്കാൻ പോകുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അവിടേക്ക് എടുക്കപ്പെടുന്ന ദൈവസഭ ഏതെങ്കിലും ഒരു മൂലയിൽ അവർ നിൽക്കുകയല്ല ചെയ്യുന്നത്. അവരെ സിംഹാസനത്തിൽ ഇരുത്തും. അതുപോലെ തന്നെ സ്വർഗീയ പിതാവാം ദൈവത്തെ ആരാധനയുള്ള ബന്ധത്തിൽ അവിടെ പിതാവാം ദൈവത്തെ, പുത്രനാം ദൈവത്തെ പരിശുദ്ധാത്മാവിൽ നമ്മളവിടെ ആരാധിപ്പാൻ ഇടയായിത്തീരും. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, അവർക്ക് ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചുറ്റിലും അകത്തിലും കണ്ണ് നിറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അകംപുറം എല്ലാം കാണാൻ പറ്റുന്ന ഒരു അദൃശ്യമായിരിക്കുന്ന സൃഷ്ടിയെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദൃശ്യമായിരിക്കുന്നതിനെ അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സാണത്. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് സ്വർഗത്തിലെ ദൈവത്തെ കാണുവാനുള്ള ഭാഗ്യമാണ്. അവിടെ മുഖം മൂടിയല്ല നിൽക്കുന്നത്, പാദം മൂടിയല്ല നിൽക്കുന്നത്. സാറാബുകൾക്ക് അതിന് സ്വർഗാസ്വർഗത്തിലെ സൃഷ്ടികളായിരിക്കുന്ന സാറാബുകൾക്ക് അതിന് യോഗ്യതയില്ലാതിരിക്കുമ്പോൾ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഞാനും നിങ്ങളും പോയി കർത്താവിനോടുകൂടെ സിംഹാസനിരിപ്പാനും അവനെ ആരാധിക്കുവാനും സ്വർഗാസ്വർഗത്തിൽ അവനെ മുഖം കണ്ട് ആരാധിക്കുക. അവർ അവൻ്റെ മുഖം കാണും. പിന്നീടുള്ള കാലം വരുമ്പോൾ ദൈവത്തെ മുഖം കാണത്തക്കവണ്ണമുള്ള നിലവാരത്തിലേക്ക് പാപം മാറിയ, ശാപം മാറിയ, അനീതി മാറിയ ഒരു ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടം തുടങ്ങിയാണ് അവിടെ. കർത്താവിനെ മുഖം കണ്ട് ആരാധിക്കുന്നതിൽ ആദ്യമായിട്ട് ആരാധിക്കാൻ പോകുന്ന ഭാഗ്യം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ സമ്പാദിച്ചെടുക്കുന്ന സഭയിൽ നിന്ന് ജയാളികളാകുന്നവർക്കാണ് ദൈവത്തെ ആദ്യമായി തേജസ്വരൂപിയായിരിക്കുന്ന ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം പോലെ മറ്റാർക്കും ലഭിക്കുകയില്ല. സാറാഹുകൾക്ക് ലഭിച്ചിട്ടില്ല, മറ്റാർക്കും ലഭിച്ചിട്ടില്ല. കെരൂബുകൾ വാഹനമൃഗമാണ്. ഇപ്പോൾ എടുക്കപ്പെടുന്ന സഭയെ സാറാഹുകളോട് സദൃശ്യത്തിലും കെരൂബുകളോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ വെളിപ്പെടുത്താൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ സ്വർഗാസ്വർഗത്തിൽ സാറാബുകളോടുള്ള ബന്ധത്തിലാണ് 4 ജീവികൾ വെളിപ്പെടുന്നെങ്കിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുള്ള സമയത്ത് ഈ 4 ജീവികൾ കെരൂബുകളുടെ സ്ഥാനം ഏറ്റെടുക്കും. അദ്ദേഹം ശ്രദ്ധിക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധനയുള്ള ബന്ധത്തിൽ നാം സാറാബുകളെ പിന്തള്ളിക്കൊണ്ട് സ്വർഗീയ സിംഹാസനത്തിലേക്ക് അടുത്തിയെല്ലും. അവനെ വഹിക്കുന്നതിനുള്ള ബന്ധത്തിൽ അവൻ്റെ കെരൂബുകളാണ് അവനെ വഹിക്കുന്നതെങ്കിൽ അവരെ മാറ്റിക്കൊണ്ട് അവരെ മാറ്റി ദൈവം ആ പദവിയിലേക്ക് യഥാർത്ഥമായി അവനെ കണ്ടുകൊണ്ട് വഹിക്കത്തക്കവണ്ണമുള്ള ഭാഗ്യകരമായിരിക്കുന്ന കെരൂബുകളാക്കി വാഹനമൃഗമാക്കി നമ്മളെ മാറ്റി. രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ 4 ജീവികൾ ആരായിരിക്കുന്നു എന്നുള്ളത് സ്വർഗീയ ആരാധനയുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നാം സാറാബുകൾക്ക് മീതെയുള്ളവരായിരിക്കും. സാറാബുകൾ അവര്
കർത്താവിനെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവിനെ മുഖാമുഖം കണ്ടവനെ ആരാധിക്കുവാൻ സാധിക്കും. അവനെ വഹിക്കുന്നവൻ്റെ അവനെ കെരൂബുകളുടെ ബന്ധത്തിൽ കർത്താവ്, അവൻ കാറ്റിൻ ചിറകിൽ കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന പറയുന്നത്. നമ്മെ കെരൂബുകളെ പോലെ ദൈവം കണ്ടിരിക്കുന്നത് അവനെ വസിക്കാൻ വേണ്ടി, അവനെ വഹിക്കാൻ വേണ്ടിയാണ്. ഇതാണ് 4 ജീവികളുള്ള ബന്ധത്തിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയുമാണ് ഒരു സാധാരണ ഒരു പഠിതാവിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ 4 ജീവികൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കവിടെ പ്രത്യേകം പറയാൻ സാധിക്കുന്നത്, നമുക്ക് പറയാം, അവിടെ സാറാഫുകൾ ആണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗാസ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ, ആരാധനയുടെ ബന്ധത്തിൽ നാം സാറാഫുകളെ പിന്തള്ളിക്കൊണ്ട് സ്വർഗീയ ആരാധന ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പിൽ നിൽക്കും. വാഹനമൃഗമായി കർത്താവിനെ, അവൻ ദൈവത്തിൻ്റെ കെരൂബുകളുടെ മേലാണ് കർത്താവ് അധിവസിക്കുന്നത്. അവൻ സഞ്ചരിക്കുന്ന കെരൂബുകളിൻ മേലാണെങ്കിൽ അവൻ്റെ ആ വാഹനമൃഗമാക്കി കെരൂബുകൾക്ക് പകരമായി ആദിജാതന്മാരുടെ സഭയാണ് കർത്താവ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പെട്ടകം ചുമക്കുമ്പോൾ ഉള്ള ലേവ്യ പുരോഹിതന്മാരെ 4 പുരോഹിതന്മാരുടെ തോളിൽ അത് ചുമക്കണമെന്നൊക്കെ പറഞ്ഞ് വ്യവസ്ഥ കൊടുത്തിരിക്കുന്നത്. ഇതാണ് 4 ജീവികളുള്ള ബന്ധത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ചിന്താഗതി എന്നുള്ളത്. അപ്പോൾ സ്വർഗാസുഖത്ത് നിന്ന് വന്ന കുഞ്ഞാടാം ദൈവത്തിന് ഭൂമിയിലെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ 4 ജീവികളുടെ മുഖങ്ങളുണ്ടായിരുന്നതുപോലെ അവനോടുകൂടെ ചേരുന്ന അവൻ്റെ ശരീരമാകുന്ന ആദിജാതന്മാരുടെ സഭയ്ക്ക് പുനരുത്ഥാനന്തരം സ്വർഗത്തിൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ അതേ വിധത്തിലുള്ള 4 മുഖങ്ങളാണുള്ളത്. അതിനെയാണ് ഇവിടെ 4 ജീവികളുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, സിംഹമുഖം, ദൈവിക അധികാരത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെത്തിച്ചേരുന്ന ആദിജാതന്മാരുടെ സഭ രാജകീയ അധികാരമുള്ളവരാകുന്നു. എന്താണ് ഈ സിംഹമുഖം കാണിക്കുന്നത്? നമ്മൾ ആരായിരിക്കും? നമുക്ക് രാജകീയ പദവിയുള്ളവരാണ്. യഹൂദ സിംഹമായ ക്രിസ്തുവിനോടുകൂടെ ചേരുന്നവർ എന്നേക്കും അവനോടുകൂടെ വാഴുന്ന സിംഹക്കുട്ടികളാകുന്നു. 4 ജീവികളുടെ സിംഹമുഖം അതിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പ്രാവിന് തുല്യരാണ്. അത് കണന്തൂക്കിൻ്റെ മറവിലിരുന്ന് കരയുന്ന പ്രാവിന് തുല്യം നിഷ്കളങ്കരാണ്. നിഷ്കളങ്കതയിൽ നേരും നമ്മളെ നയിക്കുന്നത്, നമ്മെ കൊണ്ടെത്തിക്കുന്നത് സ്വർഗീയ സുവാസത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരും തന്നെ നിരാശപ്പെട്ടു പോകുകയല്ല ചെയ്യേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണുമ്പോൾ എത്രമാത്രം സന്തോഷമുള്ളവരായിരിക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവി താൽക്കാലികമായിട്ടുള്ള 5 വർഷത്തെ അധികാരമല്ല, അല്ലെങ്കിൽ 50 വർഷത്തെ അധികാരമല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ താൽക്കാലികതയുള്ള ആയുസ്സിൻ്റെ ഒരു പദവിയല്ല ലഭിക്കുന്നത്. നിത്യതയോളമുള്ള രാജ്യത്വം പ്രാപിക്കുവാൻ രാജകീയ അഭിഷേകമാണ് തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ അഭിഷേകം. അതുകൊണ്ട് നാം രാജകീയമായിരിക്കുന്ന അധികാരമുള്ളവരാണ്. അതാണ് സിംഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാളമുഖം വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഭൂമിയിൽ വെച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവരായ ഇവരുടെ ദൈവിക വിധേയത്തെയാണ് കാളമുഖത്തോട്. അപ്പോൾ ഇവിടെ നമ്മൾ അനുസരണം പഠിച്ച ദാസന്മാരായി തികഞ്ഞു. അപ്പം ദൈവത്തോടുള്ള ആ വിധേയത്തെയാണ് കാളമുഖം വെളിപ്പെടുത്തുന്നത്. നമ്മൾ ദാസന്മാരാണ്. അത് നമ്മൾ അനുസരണം പഠിച്ച് തികഞ്ഞവരായി കഴിയുമ്പോൾ, നമ്മൾ സ്വർഗാസുഖത്തിലെത്തിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പരിശുദ്ധദാസന്മാരായി തീരും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പരിശുദ്ധദാസൻ എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ സാധിക്കും. നിന്റെ പരിശുദ്ധദാസനായിരിക്കുന്ന യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ നമ്മളെ ദാസനായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുമ്പോൾ നാമും പരിശുദ്ധദാസന്മാരായിത്തീരുന്നു. പരിശുദ്ധദാസൻ ക്രിസ്തുവാണ്, പരിശുദ്ധദാസന്മാർ നമ്മളാണ്. ഏകവചനത്തിലുള്ളത് അത് യേശുക്രിസ്തുവാണ്, എന്നാൽ ബഹുവചനത്തിലുള്ളതാണ് ദൈവസഭ. അപ്പം ഇവിടെ സിംഹം എന്ന് പറയുമ്പോൾ അവൻ ഒരുവനേ ഉള്ളൂ, അവൻ ദൈവമാണ്, അവൻ രാജാവാണ്, രാജാതിരാജാവും കർത്താതികർത്താവുമാണ്, അവൻ സിംഹമാണ്, അവനാണ്. എന്നാൽ നാം സിംഹമുഖമുള്ളവരാണ്, നാം രാജകീയ അധികാരമുള്ളവരാകുന്നു. അപ്പോൾ ഏകവചനത്തിലുള്ളത് ക്രിസ്തുവും അവനോട് ചേരുന്നവർക്ക് ബഹുവചനത്തിലുള്ളതുമാണ്. അപ്പോൾ കാളമുഖമാണ് ക്രിസ്തുവിനുള്ളതെങ്കിൽ അവൻ
ദൈവത്തിൻ്റെ പരിശുദ്ധനായിരിക്കും ദാസനാണെങ്കിൽ നാം അവൻ്റെ പരിശുദ്ധ ദാസന്മാരായിരിക്കും. ക്രിസ്തുവിനോട് കൂടെ ചേരുന്നവർ പരിശുദ്ധ ദാസന്മാരായിരിക്കും. മനുഷ്യമുഖം എന്നുള്ളത് പുത്രത്വം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുന്നവർ ആദമീയ സൃഷ്ടിയുള്ള ബന്ധത്തിൽ മനുഷ്യപുത്രന്മാരാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പം നമ്മുടെ അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാം ആരായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യമുഖം കാണിക്കുന്നത് മണ്ണുകൊണ്ട് ആദത്തെ സൃഷ്ടിച്ചപ്പോൾ വരുവാനുള്ളവന്റെ പ്രതിമയായി സൃഷ്ടിച്ച ആദമിനെ ആദമിൽ നിന്നാണ് ക്രിസ്തുവിൻ്റെ മുഖത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ അധികാരത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് നമ്മെ കൊണ്ടുവന്നുള്ള നമ്മുടെ ഉത്ഭവ ചരിത്രമാണ് നമ്മുടെ മനുഷ്യമുഖം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടുന്ന് വന്നു എന്നുള്ളതിനെ വെളിപ്പെടുത്താനാണ് മനുഷ്യമുഖം കാണിക്കുന്നത്. കഴുകുമുഖം കാണിക്കുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൽ നമ്മൾ സൂര്യ തേജസ് പ്രാപിക്കുന്നതുകൊണ്ട് ദൈവപുത്ര തുല്യരാകുന്നു എന്നതിനെ വെളിപ്പെടുത്തുന്നു. നമുക്ക് ദൈവപുത്രൻ്റെ ആ സദൃശ്യപ്പെടുത്തുന്ന അതേ തേജസ് ലഭിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കഴുകുമുഖം ലഭിക്കുന്നത്. കാരണം തേജസ്സിനുള്ള ബന്ധത്തിൽ, പുനരുത്ഥാനത്തിലുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന സൂര്യ തേജസ്സിനുള്ള ബന്ധത്തിലാണ് കഴുകുമുഖം. ഇതുകൊണ്ടാണ് 4 ജീവികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജാതിയിൽപ്പെട്ടവരെ, നമ്മുടെ തുടക്കം, നമ്മുടെ ഉത്ഭവം, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു ഈ ഇതുവരെയും അതിൻ്റെ പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല. നമ്മളതിൻ്റെ ഭാഗമായി നാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നിതൊക്കെ നാം കേൾക്കുകയാണ്, അല്ലേ? എന്നാൽ നാം ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് ഈ ദൈവത്തിൻ്റെ വചനം. അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഈ കാലങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളും ഡേറ്റുകളും ഇല്ലാത്തതിന് മുമ്പ്, അനാദിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതി അത് പൂർത്തീകരിക്കപ്പെടേണ്ടത് അതതിൻ്റെ സമയത്ത് ചെയ്തെടുത്തപ്പോൾ, ഭൂമിയെ സൃഷ്ടിച്ച് മണ്ണുകൊണ്ട് ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കണ്ടത് ആദിജാതന്മാരുടെ സഭ സ്വർഗത്തിൽ അവനോട് കൂടെ വാഴുമെന്നും ശുശ്രൂഷിക്കുമെന്നും തേജസ്സിൻ്റെ ഭാഗമായി തീരുമെന്നും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ പദ്ധതിയാണ് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ജനിച്ചിട്ട് 50 അല്ലെങ്കിൽ 60 70, ഞാൻ മാക്സിമം കൂടി വന്നാൽ ഒരു പക്ഷേ 70 80 100 വയസ്സുള്ളവരായിരിക്കാം. എന്നാൽ ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതല്ലത്. ഇത് 1000 വർഷം മുമ്പ് എഴുതിയതല്ല, 2000 വർഷം എഴുതിയതല്ല. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ പ്ലാൻ ചെയ്ത പദ്ധതിയാണ് നിവൃത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാരംഭം ഇടുവാൻ വേണ്ടി മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ, മണ്ണിൽ ജനിച്ച മനുഷ്യൻ കഷ്ടത കൊണ്ട് മണ്ണിൽ ചേരുവാൻ വേണ്ടിയല്ല ദൈവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പൊടിയായി തീരുവാനുള്ള ഒരവസ്ഥയിൽ നിന്ന് ദൈവം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം ഉയർത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ താളുകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിൻ്റെ പരമോന്നതിയിലേക്കാണ് നാം ഇത് വെളിപ്പെടുന്നത്. അവിടെ 1-ാം പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നഷ്ടപ്പെടുകയല്ല. നാം ലഭിക്കാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ പറയുകയാണ് ഈ കാലത്തിലെ കഷ്ടം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ, പാപത്തിന് വീണ നാൾ മുതൽ കഷ്ടതയും പ്രയാസവുമായി എത്രയോ തലമുറകൾ കടന്നു പോയി. എന്നാൽ ഒരുവൻ വന്ന കഷ്ടം സഹിച്ചതിന് ശേഷമായി കഷ്ടതയിൽ തികവ് പ്രാപിക്കുന്ന പ്രിയപ്പെട്ടവരെ അവൻ്റെ അവിടെ ചേർക്കുവാൻ യേശു കർത്താവിന് പ്രസാദം തോന്നി. ആ ആദിജാതന്മാരുടെ സംഘത്തിൽ പെടുന്നവർക്കാണ് തേജസ്സിൻ്റെ പരമോന്നതമായ സ്ഥാനമുള്ളത്. അവർ മുഖം മൂടിയല്ല, കാല് മൂടിയല്ല ദൈവത്തെ ആരാധിക്കുന്നത്. അവർ ദൈവത്തെ ആരാധിക്കുന്നത് ചുറ്റിലും കണ്ണുള്ളതായി, പറഞ്ഞാൽ കണ്ണ് മറയപ്പെടുകയല്ല. സർവശക്തനായിരിക്കുന്ന ദൈവത്തെ ആ സർവമഹത്വത്തിലും കണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ഭാഗ്യം ലഭിച്ച കുഞ്ഞാടിൻ്റെ രക്തത്തിൽ പിറന്ന ദൈവമക്കളെ, നാം ജയാളികളായി തന്നെ തീരണമെന്ന് രാത്രി ദൈവാത്മാ നമ്മെ ഓർപ്പിച്ചുണർത്തും. ഈ ഭാഗ്യകരമായ പദവിയിലേക്ക് എത്തുവാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നതിനായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അല്ലാതെ ചെറിയൊരു കാര്യം പറഞ്ഞ് ലോകത്തിൽ കുറേ സമ്പാദിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ട് നമുക്ക് ഇവിടെ കുറേ നേട്ടങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെയൊരു ചെറിയൊരു കാര്യം നടത്താൻ വേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചത്.
നമുക്കൊരു ജോലി തരാൻ വേണ്ടിയും നമുക്കൊരു വീട് തരാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്കുടെ കാര്യം നടത്താൻ വേണ്ടിയാണോ യേശു കാൽവറിയിൽ മരിച്ചത്? അതിനുവേണ്ടിയാണോ കർത്താവ് മരിച്ചത്? അല്ല. അതിനുവേണ്ടിയല്ല. അത് നിസ്സാരമായ കാര്യമാണ്. അത് അസാധ്യമായ കാര്യമല്ല, സാധിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഇവിടെ നല്ല നിലയും കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കാൻ, രോഗം മാറാനും പ്രയാസങ്ങൾക്ക് മാറ്റാനും ഒക്കെ മറ്റ് പല മാർഗങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും പ്രാധാന്യതയുള്ളത് നമ്മുടെ ഭൗമിക ജീവിതത്തിന്റെ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടിയല്ല യേശു കഷ്ടം സഹിച്ച് മരിച്ചത്. നമ്മെ ആ ദൈവത്തിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ആ അളവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, നമ്മെ ഉയർത്താൻ വേണ്ടിയാണ് യേശു കാൽവരിൽ മരിച്ചത്. ഇന്ന് രാത്രി ആരെങ്കിലും ക്രിസ്തു വിശ്വസിക്കുമ്പോൾ, യേശു വിശ്വസിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭൗതികമായിരിക്കും നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയ കർത്താവിനെ കണ്ടെത്തുന്നത്. എന്നാൽ അവിടെ കൊണ്ട് പരിമിതിപ്പെട്ടു പോകാതെ 2025 ഈ രാത്രി പറയണം, ഞങ്ങൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ പൂർണ്ണമായ രക്ഷ, തേജസ്സിന്റെ പൂർണ്ണത പ്രാപിപ്പാനുള്ളത് ഏറ്റവും അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ ഓരോ ദിവസം ചെല്ലും തോറും ഈ രക്ഷ, സ്വാതന്ത്ര്യം, തേജസ്സാകുന്ന സ്വാതന്ത്ര്യം നമുക്കടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ 24 മൂപ്പന്മാരോടും 4 ജീവികളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാറാഫുകളോടുള്ള ബന്ധത്തിലും കെരൂബുകളോടുള്ള ബന്ധത്തിലും ഈ 4 ജീവികൾ ദൈവിക ആരാധനയിൽ, ശുശ്രൂഷയിൽ സാറാഫുകളെ മാറ്റിക്കൊണ്ട് അവിടെ ആ സ്ഥാനം അവരലങ്കരിപ്പാനിടയായി തരും. പ്രിയപ്പെട്ടവരെ, നമ്മളവിടെ എത്തുമ്പോൾ സ്വർഗത്തിലെ സാറാഫുകൾ പിന്മാറുമെന്ന് രാത്രിയിൽ എത്രയധികം ഭാഗ്യകരമായ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. അവിടെ എത്തിച്ചേരാൻ വേണ്ടി സ്വർഗം കാത്തിരിക്കുക. ആ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സ്വർഗം തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ആരാധന പുരുഷനായിരിക്കുന്ന ദൈവത്തെ ഇന്ന് വരെ ഒരു സൃഷ്ടിയും കണ്ടിട്ടില്ല. തേജസ്സിന്റെ ദൈവത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ലെന്നാൽ അവനെ കാണുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം നമ്മളെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അവനെ വഹിക്കുവാൻ മറ്റാർക്കും ശരിയായ രീതിയിൽ വഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അതിലൊക്കെ അപാകതകളുള്ളപ്പോൾ, ഒരപാകതയുമില്ലാതെ യഥാർത്ഥമായ ക്രിസ്തുവിനെ വഹിക്കുവാനുള്ള, ദൈവത്തെ വഹിക്കാനുള്ള കെരൂബുകളാക്കി ദൈവം നമ്മെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഈ മണ്ണിൽ നിന്ന് ജനിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യജാതിയെക്കുറിച്ച് എത്രമാത്രം ദൈവത്തിന് പദ്ധതിയുണ്ട്, എത്രമാത്രം ആലോചന. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവമേ, നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ എത്ര വലിയതാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, എത്ര വലിയതാകുന്നു. നമ്മൾ വിചാരിക്കും കർത്താവേ ഞങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല ചോദിക്കുമ്പോൾ കർത്താവ് പറയും, എൻ്റെ കുഞ്ഞെ, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിചാരപ്പെടുന്നില്ലെന്നുള്ള വിഷയം. പക്ഷെ കർത്താവ് പറയുക, ഞാൻ എന്നേ വിചാരപ്പെട്ടാണ് എൻ്റെ പുത്രനെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭൂമിയിലെ വിഷയം തീർക്കാനാണെങ്കിൽ അതിന് വലിയ വിഷയമുള്ള കാര്യമല്ല. മരുഭൂമിയിൽ പോയവർക്ക് മന്ന പൊഴിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, പാറയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ കഴിയുമെങ്കിൽ, ചെങ്കണ്ണ് പിളർക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ സാധ്യമാണ്. ദൈവത്തിന് അതൊക്കെ സാധിക്കും. എന്നാൽ ഈ മണ്ണിൽ പിറന്ന മനുഷ്യനെ സ്വർഗത്തിൽ സിംഹാസനത്തിരുത്തണമെങ്കിൽ, ആരാധനയുടെ മുഖ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുകൊണ്ട് പറ്റത്തില്ല. അത് സാധ്യമല്ല. സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ സ്വർഗത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ലോകത്തിൽ വന്ന ശാപമായി തീർന്നമായിരുന്നു. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അതുകൊണ്ടാണ് നാം സ്വർഗീയ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിരിക്കുന്നത്. രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യണം. 2000 വർഷം മുമ്പ് മരത്തിൽ ഒരുവനെ തൂക്കി ശാപമാക്കി തീർത്തത് നമ്മെ അനുഗ്രഹത്തിന്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയാണ്. അത് ഭൗതിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കരുതെന്നല്ല, കരയരുതെന്നല്ല. അത് നമുക്ക് ആവശ്യമാണെന്നാൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ദൈവവചനത്തിന് മുമ്പാകെ തുറക്കപ്പെട്ട് ഈ കാലഘട്ടങ്ങൾ ഇത് മനസ്സിലാക്കിയെടുക്കണം, ശ്രദ്ധിക്കണം. നാം ആരാകുന്നു, എന്തിനു വേണ്ടിയാണ് യേശു തന്റെ ജീവൻ തന്നതെന്നുള്ളത്. ചെല്ലു പറയുന്നു, 2000 വർഷം മുമ്പ് ഒരുവൻ വന്ന് ക്രൂശിൽ മരിച്ചുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പ്രയോജനം കാണത്തില്ല. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് അതിൻ്റെ അതിമഹത്തായ പ്രയോജനം കണ്ടുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ അതിമഹത്തായ
ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് പങ്കാളികളായി തീരാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന മാനപാത്രങ്ങളായിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ നിറയപ്പെട്ട ജീവിതമേ, രാത്രിയിൽ സന്തോഷമുള്ള ഹൃദയത്തോടെ പറയണം, എന്നെ അത് യോഗ്യനാക്കി തീർത്ത കുഞ്ഞാടേ, അങ്ങേക്ക് മഹത്വം, സ്തോത്രം. ഈ 4 ജീവികളുടെ ബന്ധത്തിലുള്ള വിഷയം ആരെക്കുറിച്ചാണെന്നുള്ളത് മനസ്സിലായല്ലോ. 24 മൂപ്പന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. അതൊന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും? അത് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന 24 മൂപ്പന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഈ 4 ജീവികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദൈവം അനുവദിച്ചാൽ കർത്താവിന് അതിനു വേണ്ടിയാണ് ഉപസിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ മഹത്തരമായിരിക്കുന്ന പ്രത്യാശയിലേക്ക് എത്തിച്ചേരുവാൻ, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി 24 മൂപ്പന്മാരുടെ ഗണത്തിൽപ്പെടുവാൻ, 4 ജീവികളുടെ ഗണത്തിൽപ്പെടുവാൻ വേണ്ടി നാം ദിവസങ്ങളിൽ നാം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് 4 ജീവിതത്തെക്കുറിച്ചുള്ള വിഷയത്തോട് ബന്ധത്തിൽ പറയുന്ന പാതിജാതന്മാരുടെ സഭയെ വെളിപ്പെടുത്തുന്നതെന്നും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയിൽ അവരായിരിക്കും അവനെ വഹിക്കുന്ന തേജസ്സിന് കിരുവുകളെന്നുമാണ് ഈ ഭാഗത്ത്. അപ്പോൾ ആരാധനയുള്ള ബന്ധത്തിൽ സാറാഫുകളെ മാറ്റുന്നു, കിരുവുകളുള്ള ബന്ധത്തിൽ ആദിജാതന്മാരുടെ സഭ ആ പദവി ഏറ്റെടുക്കുന്നു. ക്രിസ്തുയേശുവിനെ കൊണ്ട് ഈ ഭൂമിയിലേക്ക് വരാൻ ഉള്ള ഭാഗ്യമായി. ഇപ്പോൾ ഈ യെഹെസ്കേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം 6 കൈകളെ 4 പകരം എന്ന വ്യത്യാസം കാണും. പക്ഷേ ഒന്ന് തന്നെയാണ്. കാരണം ഇവിടുന്ന് ഉപഗ്രഹമൊക്കെ നമ്മളൊക്കെ ഇവിടുന്ന് ബഹിരാകാശത്തിലേക്ക് അയക്കുന്നത് ഭൂമി വെച്ച് പടമെടുക്കുമ്പോൾ അതിൻ്റെ കാണുന്ന പിക്ചറും അവിടെ എത്തിയ ശേഷം എടുക്കുന്ന പിക്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ അതിൻ്റെ ഫ്ലാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സോളാർ സിസ്റ്റം, മറ്റുള്ള വീലുകൾ, അതൊക്കെ ലാൻഡിങ് വീലൊക്കെ അത് വിടരേണ്ടത് വിടർത്തും. അപ്പം അത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവചനം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ആ വിവർത്തനത്തിൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അല്പം മാറ്റങ്ങളെ കാണും. അത് കണ്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം. ഭൂമിയിൽ നിന്ന് അയക്കുന്ന ഒരു പേടകം ഏതെങ്കിലും ഗ്രഹത്തിലേക്ക് ഇവിടുന്ന് എടുക്കുന്ന ഫോട്ടോ പോലെ അല്ല അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഭാഗമല്ല യെഹെസ്കേൽ പ്രവചനത്തിൽ വരുമ്പോൾ, ഭൂമിയിലേക്ക് വരുമ്പോൾ ആ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ അതിനെ വെളിപ്പെടുത്തുമ്പോഴുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥപരമായി നോക്കുമ്പോൾ 4 ജീവികൾ കാണിക്കുന്നത് ആദിജാതന്മാരുടെ സംഘത്തെയാണ് കാണിക്കുന്നത്. ഇത്രയും ഭാഗം മനസ്സിലായെങ്കിൽ ഈ വെടുക്കപ്പെടുന്ന സഭ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് പറയണം അധികാരത്തിലുള്ള ബന്ധത്തിൽ സിംഹാസനത്തിലിരിക്കും. രണ്ടാമത് നമ്മൾ പറയേണ്ടത് ആരാധനയുള്ള ബന്ധത്തിൽ നാം എന്ത് ചെയ്യും? പിതാവാം ദൈവത്തെ മുഖം കണ്ട് അവൻ്റെ തേജസ് കണ്ട്, അതുകൊണ്ടാണ് ചുറ്റിലും കണ്ണ് നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ സറാഫുകൾക്ക് ഉള്ള കാഴ്ച പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ, ആജ്ഞ മുഖം മറച്ച് മാത്രമേ അവർക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ കഴികൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തേജസ്സിൻ്റെ ശരീരത്തോടു കൂടി നമ്മുടെ ദൈവത്തെ, നമ്മുടെ സൃഷ്ടിതാവിനെ, നമ്മുടെ ആത്മമണവാളനെ, നമ്മുടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നേരിൽ കാണാം എന്നുള്ള, ചുറ്റിലും കണ്ണ് നിറഞ്ഞിരിക്കുന്ന തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കിരുവുകളുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് വരാനുള്ള വാഹനമൃഗമായി ദൈവം ആദിജാതന്മാരുടെ സഭയെ കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടകം 4 ലേവ്യ പുരോഹിതന്മാരുടെ തോളുകളിൽ വഹിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുവാനുള്ള ഭാഗ്യകരമായിരിക്കുന്ന പദവി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് യെഹെസ്കേൽ പ്രവചനം. ഇത്രയും ഭാഗം മനസ്സിലായെങ്കിൽ 4 ജീവികൾ ആരാകുന്നു എന്നുള്ളതിനെ ക്രിസ്തുയേശുവിനോടുള്ള ബന്ധത്തിൽ, അവൻ ലോകത്തിൽ വന്നപ്പോൾ അവൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നാം അവനെ വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ അവനോട് ചേരുന്ന ആദിജാതന്മാരുടെ സഭ സ്വർഗ്ഗാസുഖത്തിൽ എത്തുമ്പോൾ 4 ജീവികളുടെ ബന്ധത്തിൽ അവിടെ ആയിരിക്കും എന്നുള്ളത് വിവർത്തനം ചെയ്തിരിക്കുന്നത് അത് വിശ്വാസയോഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 4 ജീവികളുടെ ബന്ധത്തിലുള്ള പഠനം ഇവിടെ പൂർത്തിയത്. അത്രയുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറയാൻ മനസ്സിലായി. ഇനിയും ദൈവസഭയെ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് 7 ദീപങ്ങൾ. ഇതേക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ട, കാരണം ഭൂമിയിലുള്ള നിലവിളക്കാരെന്ന ആഗോള സഭയുടെ നിന്ന് 7 നിലവിളക്കിൽ നിന്ന് എണ്ണം തികച്ചെടുക്കുന്ന വിശുദ്ധന്മാർ, ആദിജാതന്മാരുടെ സഭ 7 ദീപങ്ങളായി സ്വർഗാസുഖത്തിൽ എത്തിച്ചേരുമ്പോൾ അവരെ
പരിശുദ്ധമായുള്ള ബന്ധത്തിൽ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് 7 ദീപങ്ങളെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 ദീപങ്ങൾ നമ്മളിവിടെ അതിൻ്റെ 4-ാമത്തെ 5-ാം വാക്യത്തെ വായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. 7 ആത്മാക്കളായിരിക്കുന്ന 7 ദീപങ്ങൾ അവൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. 7 ആത്മാക്കളെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ മർമ്മങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 7 ആത്മാക്കൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മറന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറന്നുപോയിട്ടില്ലെങ്കിൽ അത് ഗ്രഹിച്ചെടുക്കുക. 7 ആത്മാക്കൾ എന്നുള്ളത് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ട് ക്രിസ്തുയേശുവിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ മറന്നുപോയി കാണും. പക്ഷേ അത് അങ്ങനെ മറന്നുപോകാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് വേഗത്തിലൊന്ന് 7 ആത്മാക്കൾ ഏതാണെന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തമ്മിൽ വ്യത്യാസത്തെ വെളിപ്പെടുത്തി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമല്ലോ. അവനിലുള്ള ആത്മാവ് ഏതാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുയേശുവിലുള്ള ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അവനിൽ ജ്ഞാനത്തിൻ്റെയും ബലത്തിൻ്റെയും ആത്മാവ് എന്നുള്ള ഭാഗം യെശയ്യാവിൻ്റെ പ്രവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിലുള്ള ആത്മാവിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അത് 6 ആത്മാക്കളുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ 7-ാമത്തെ കാണിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടിനെ കുറിച്ചാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിലാണ് 6 ആത്മാക്കളെക്കുറിച്ച് പറയുന്നത്. 11-ാമത് എന്നാൽ യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇപ്പോൾ 6 ആത്മാക്കളെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ സ്വർഗാസ്വർഗത്തെത്തിക്കഴിയുമ്പോൾ തെഗവ് പ്രാപിക്കുന്ന ദൈവസഭ 7 ആത്മാക്കളുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ കൊമ്പായി ലോകത്തിൽ വന്നു. അതാണ് യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറം. ഭൂമിയിൽ ക്രിസ്തു വന്നെങ്കിൽ സ്വർഗാസ്വർഗത്തിലേക്ക് അവനാൽ തെഗവ് പ്രാപിക്കുന്ന എടുക്കപ്പെടുമ്പോൾ അവിടെ നമ്മളെ അതിനോട് തുല്യമായി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പുത്രൻ പിതാവാൻ ദൈവത്തിന് അധികാരമുള്ളവനായിട്ട് വന്നു. അതുപോലെ തന്നെ അവൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വന്നു. അവൻ ആത്മാവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ലോകത്ത് വരുവാൻ ഇടയെത്തുന്നു. അപ്പോൾ യേശുക്രിസ്തു അതിലായതുകൊണ്ടാണ് 6 ആത്മാക്കളെ വരുന്നത്. ക്രിസ്തു യേശുവിൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ വെളിപ്പാട്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ആത്മാവ്. അതാണ് 7 ആത്മാക്കൾ. അപ്പോൾ നമ്മൾ സ്വർഗാസ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈ 7 ആത്മാക്കളാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നമുക്ക് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവുള്ളവരാണ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവുള്ളവരാണ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവുള്ളവരാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ആത്മാവുള്ളവരാണ്. ഇതാണ് 7 ദീപങ്ങൾ 7 ആത്മാക്കളായി സ്വർഗാസ്വർഗത്തിൽ വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ്റെ മേൽ 6 ആത്മാക്കളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, ആലോചനയുടെ, ബലത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ, യഹോഭക്തിയുടെ ആത്മാവ്. എന്നാൽ ദൈവസഭ സ്വർഗാസ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ 7 ആത്മാക്കൾ വെളിപ്പെടുത്തുന്നത് നമ്മിൽ ക്രിസ്തുവിലുണ്ടായിരുന്ന ആത്മാവ്, അത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും യേശു ക്രിസ്തുവിലുള്ള വെളിപ്പാടിനെയും നമുക്ക് ഉള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആത്മാവ് ആണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ എഴുതിയ ലേഖനത്തിന് 1-ാം അധ്യായത്തിൽ പറയുന്നതാണ്. അത് ദൈവസഭയ്ക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് 7 ആത്മാക്കൾ. ഇത് വ്യത്യാസം മനസ്സിലായല്ലോ. യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു കൊമ്പ് പൊട്ടി പുറപ്പെടുമെന്ന് പറയുമ്പോൾ അത് തികവുള്ള ക്രിസ്തു ആണ്, അവനിലാണ് ആവസിക്കുന്നത്. അതുകൊണ്ടാണ് അവനിലുള്ള 6 കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ആത്മാവിൽ തികയുമ്പോൾ അവനെ കൂടെ ഉൾപ്പെടുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്നത് 7 ആത്മാക്കളാണ്. ആ 7 ആത്മാക്കളെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്.
ഇപ്പോൾ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കുള്ള 7 ആത്മാക്കൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ കുറിച്ചുള്ള ആത്മാവ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവ് നമുക്കത് ലഭിച്ചു. കൃപയാൽ ദൈവമക്കളാകുന്ന നമുക്ക് അത് ലഭിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഏത് ആത്മാവ് എന്ന് പറയുമ്പോൾ ഒന്ന് എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാളുടെ ആശയനെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ വലിപ്പമെന്ന് അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് 7ാമത്തെ ആത്മാവായിട്ട് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിന് തരേണ്ടതിന്. അപ്പോൾ ക്രിസ്തുയേശുവിലുള്ള ഈ തികവിലേക്കാണ് ദൈവം എത്തിയിരിക്കുന്നത്. അതിനെയാണ് 7 ആത്മാക്കളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 24 മൂപ്പന്മാർ, 4 ജീവികൾ, 7 ദീപങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ പകർന്നിരുന്ന, ക്രിസ്തുവിനോട് തികവുള്ള അവനിൽ പകർന്നാണ് 6 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ 7ാമത്തെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടിൻ്റെ ആത്മാവിനെ നമ്മൾ പകർന്നിരിക്കുന്നു. 7 ആത്മാക്കളാണ്. 7 ദീപങ്ങൾ പരിശുദ്ധാത്മാവാൻ ദൈവത്തിൽ തേജസ് സമ്പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. 7 നിലവിളക്കാകുന്ന ദൈവസഭയിൽ നിന്ന് തികവ് പ്രാപിച്ചവർ സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ദൈവിക തൃപ്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ തേജസ്സിനോടുള്ള ബന്ധത്തിൽ 7 ദീപങ്ങളായിത്തീരുന്നു. അപ്പം ആലോചന, ബലം, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പരിശുദ്ധാത്മാവുടെ ബന്ധത്തിലാണ്. പളിങ്ങിനോത്ത കർണാടിക്കടൽ അത് കാണിക്കുന്ന നിത്യജീവനാണ് ജീവജല നദിയെയും സ്വച്ഛതയെയും സമൃദ്ധിയെയും കുറിക്കുന്നു. ആദിജാതന്മാരുടെ സഭ സമൃദ്ധിയായ ജീവനും പങ്കാളികളായി തീരുന്നതിനെയുമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അപ്പോൾ എന്താണ് 24 മൂപ്പന്മാർ, 4 ജീവികൾ, 7 ദീപങ്ങൾ എന്നുള്ളത്, 7 ആത്മാക്കൾ എന്നുള്ളത് തികവ് പ്രാപിക്കുന്ന ദൈവസഭയിലാണ് ക്രിസ്തുയേശുവിലുള്ള ആ വെളിപ്പാട് മുഖാന്തരമായി അവനിൽ വ്യാപിച്ചിരുന്ന എല്ലാ സ്വഭാവങ്ങളും നമ്മളിൽ ദൈവം നൽകുന്നു. ക്രിസ്തുവിനോട് നമ്മെ സദൃശന്മാരാക്കി തീർക്കുന്നതിനോട് തുല്യമായിട്ടാണ് തികവായിരിക്കുന്ന ദൈവസഭയെ തേജസ്സിനോടുള്ള ബന്ധത്തിൽ, പരിജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ, വിവേകത്തോടുള്ള ബന്ധത്തിൽ, ബലത്തോടുള്ള ബന്ധത്തിൽ, ആലോചനയോടുള്ള ബന്ധത്തിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 24 മൂപ്പന്മാരും 4 ജീവികളും 7 ദീപങ്ങളും എന്താകുന്നു എന്നുള്ള കാഴ്ചപ്പാട് ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ 24 മൂപ്പന്മാർ, 4 ജീവികൾ, 7 ദീപങ്ങൾ എന്നുള്ള വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ പ്രധാന വിഷയത്തിൻ്റെ പഠനം ഇവിടെ പൂർത്തീകരിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇവിടെ നാം വായിച്ചത് നമുക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദൈവം ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അല്ല, ഇവിടെ നമ്മൾ വിട്ടുപോയൊരു ഭാഗം കൂടി ഇന്ന് രാത്രി ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത് അവൻ്റെ സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. അപ്പോൾ സ്വർഗസിംഹാസനത്തിൽ നിരന്തരം മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നതായി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിരന്തരമായിട്ടുള്ള ദൈവിക ആജ്ഞകൾ പുറപ്പെടുന്നതിനാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞകൾ പുറപ്പെടുന്നതിനാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിംഹാസനം സദാ പ്രവർത്തനനിരതമാണ്. യോബിൻ്റെ പുസ്തകത്തിൽ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയ പ്രകാരമാണ്. അവൻ്റെ നാദത്തിൻ്റെ മുഴക്കവും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ച് കേൾപ്പീൻ. അവൻ അത് ആകാശത്തിന് കീഴൊക്കെയും അതിൻ്റെ മിന്നൽ ഇവിടെ അറ്റത്തോളം അയക്കുന്നു. അവൻ്റെ പിന്നാലെ ഒരു മുഴക്കം കേൾക്കുന്നു. അവൻ തൻ്റെ മഹിമാനാദം കൊണ്ട് ഇടിമുഴക്കുന്നു. അവൻ്റെ നാദം കേൾക്കുമ്പോൾ അവയെ തടുക്കുന്നില്ല. ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാദം അതിശയമായി മുഴങ്ങുന്നതോടൊപ്പം നിറവേറപ്പെടുന്നത് നമുക്ക് ഗ്രഹിച്ചുകൂടാൻ കഴിയാത്ത മഹാകാര്യങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം ദൂതൻ ഇറങ്ങി വന്നപ്പോൾ, പുറപ്പാട് പുസ്തകം
19 അധ്യായം 16 വാക്യത്തിൽ, അത് 20 അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൽപ്പലകളിൽ എഴുതിയ പ്രമാണം വായിക്കാൻ വേണ്ടി മോശയെ സീനായി പർവ്വതത്തിൽ വിളിച്ചപ്പോൾ ഉണ്ടായത് ഇടിമുഴക്കവും മിന്നലും മഹാഗംഭീര ഗാഹളധ്വനിയുമായിരുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആജ്ഞ പുറപ്പെടുമ്പോൾ അത് അന്നവിടെ പർവ്വതത്തിന് അടുത്ത് പോലും ചെല്ലണമെന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ, രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ അന്നവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ, പർവ്വതം തൊടുക പോലും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇടിമുഴക്കവും മിന്നലും മഹാഗംഭീര കാഹളധ്വനിയും മുഴങ്ങി ദൈവത്തിൻ്റെ സാന്നിധ്യം ദൂതൻ അവിടെ ഇറങ്ങിയപ്പോൾ പ്രത്യക്ഷപ്പെട്ട സീനായ് മല അതുകൊണ്ട് നിറഞ്ഞപ്പോൾ അത് തൊടാൻ പോലും വ്യവസ്ഥയില്ലായിരുന്നെങ്കിൽ, എവിടുന്നാണോ യഥാർത്ഥമായി സാക്ഷാൽ ദൈവത്തിൻ്റെ ആജ്ഞകൾ പുറപ്പെടുന്നത്, ഇടിനാദം പോലെ മിന്നൽ പോലെ അതെ ഇടിമുഴക്കം പോലെ അവിടുന്ന് പുറപ്പെടുന്ന മിന്നൽ പോലെ പുറപ്പെടുന്ന മിന്നലും നാദം ശബ്ദം മിന്നൽ പോലെ ഇടിമുഴക്കം പോലെ കേൾക്കുന്ന ദൈവശബ്ദത്തിൻ്റെ ഉറവിടത്തിങ്കൽ അടുത്തു ചെല്ലുവാൻ എവിടുന്ന് പുറപ്പെടുന്നുവോ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്യണം. പഴയ നിയമത്തിൽ അടുത്തുകൂടാൻ കഴിയാതിരുന്നു, അവർക്കതിനടുത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ലായിരുന്നു, തൊടാൻ പോലും കഴിയത്തില്ലായിരുന്നെങ്കിൽ ദൂതനിറങ്ങിയപ്പോൾ അവിടെ ഇടിമുഴക്കവും മിന്നലും മഹാഗംഭീര ധ്വനിയും ഉണ്ടായിരുന്നപ്പോൾ അടുത്തുകൂടെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ചെറിയൊരു മർമ്മമല്ല ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നത്. അത് എവിടുന്നാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്, അതിൻ്റെ അടുത്ത് അതിനോട് ചേർന്ന് ആ സിംഹാസനത്തിൽ, സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കാൻ ആ ദൈവത്തിൻ്റെ ആജ്ഞ പുറപ്പെടുന്ന ആ ഉത്ഭവസ്ഥാനത്തിരിക്കാൻ വേണ്ടിയാണ് കുഞ്ഞാടിൻ്റെ രക്തം നമ്മെ സമീപസ്ഥരാക്കി തീർത്തത്. രാത്രിയിൽ ഈ ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ എല്ലാ ഭാരവും മാറിയാട്ടെ, എല്ലാ ദുഃഖവും വിട്ട് കളഞ്ഞാട്ടെ, ഏത് വിധേനയും എനിക്ക് പദവിയിലേക്ക് എത്തണമെന്ന് എത്ര പേർ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കും. ഒരുപക്ഷെ ഒരുപാട് വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ക്രിസ്തുവിൽ വന്നാൽ ലഭിക്കുന്ന ഒരുപാട് ഭൗതിക വിഷയങ്ങളെക്കുറിച്ച്, രോഗശാന്തി, ഭൂതശാന്തി, മറ്റുള്ള പലതിനെക്കുറിച്ച് നമുക്ക് കേട്ടത് എല്ലാം ആവശ്യമാണ്. അതെല്ലാം നമുക്ക് ഭൗമിക ജീവിതത്തിൽ ആവശ്യമാണെന്നാൽ ആത്മീയ അനുഗ്രഹങ്ങളിൽ എവിടുന്നാണോ ദൈവത്തിൻ്റെ ആജ്ഞ പുറപ്പെടുന്നത്, പഴയ നിയമത്തിൽ ആ ശബ്ദം പോലും കേൾക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവരെ മാറ്റി നിർത്തിയെങ്കിൽ, യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മെ സമീപസ്ഥരാക്കി തീർത്തു. എത്ര മകത് പദവിയാ ദൈവം നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്ത് എത്ര പേർക്ക് സന്ദേശം മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? 24 മൂപ്പന്മാരുടെ ബന്ധത്തിൽ നമ്മുടെ അധികാരം എന്താണ്? 4 ജീവികളുടെ ബന്ധത്തിൽ നമ്മുടെ ശുശ്രൂഷ എന്താണ്? ശുശ്രൂഷ തീരത്തില്ല കേട്ടോ. ഇവിടുത്തെ ശുശ്രൂഷ തീരത്തില്ല. ഇവിടുത്തെ പാട്ടുപാടി, ഇവിടുത്തെ വചനം സൂക്ഷിച്ച്, ഇവിടെ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് മണ്ണിൽ ഉറങ്ങിയാലും നാം കാഹള ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കും. ഒരിക്കലും അവസാനിക്കാത്ത, അത് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ മരിച്ചു കഴിഞ്ഞാൽ പർദേശിൽ വിശ്രമം കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നാൽ അത് മാത്രമല്ല, സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് നിത്യമായ ആരാധനയിലേക്കും ശുശ്രൂഷയിലേക്കും ദൈവതേജസ്സിലേക്കും നമ്മെ കരയറ്റി ദൈവത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് വിനയത്തോടെ ദൈവത്തിന് സമർപ്പിക്കാം. ഇത്ര മഹത്വമുള്ള പദവിയെ നൽകുവാൻ, അതാണ് പാടിയത്, ഇത്ര മഹത്വമുള്ള പദവിയെ നൽകുവാൻ എനിക്കെന്ത് യോഗ്യതയുള്ളൂ, എന്ത് യോഗ്യതയുള്ളൂ. ഒരുപക്ഷെ ഇതിൻ്റെ ആഴം കണ്ടിട്ടായിരിക്കത്തില്ലായിരിക്കും അവരാ പാടിയത്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദവിയെ ഓർത്തുകൊണ്ട് ദിവസം നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്നെ അതിൻ്റെ ഭാഗമാക്കി തീർക്കണമേ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയപ്പെട്ടാട്ടെ. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതേ 24 മൂപ്പന്മാർ, 4 ജീവികൾ, 7 ദീപങ്ങൾ എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗാസുഖത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾ 24 മൂപ്പന്മാരുടെ ബന്ധം അധികാരമുള്ളവരാണ്. 4 ജീവികളുടെ ബന്ധത്തിൽ ശുശ്രൂഷ, നാം അവിടെ സ്വർഗാസുഖത്തിൽ ശുശ്രൂഷ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അതെ, അധികാരം നമുക്കിവിടെ തുടങ്ങുകയാണ്. നിത്യതയുടെ അധികാരം, നിത്യതയുടെ ശുശ്രൂഷ, നിത്യതയുടെ ആരാധന, നിത്യതയുടെ തേജസ് ലഭിക്കാൻ പോകുന്ന
ദൈവജനമാണ് ഈ സന്ദേശം കേൾക്കുന്നത്. എല്ലാവരും അല്പസം ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്താണ്.